അവരെന്നെ പേരിട്ടു ഒരു സർക്കാർ ഉൽപ്പന്നം. നമ്മളെ പടത്തിന് ഇപ്പം നിങ്ങളൊരു കുട്ടിക്ക് വേറെ ആളെ പേരിടുന്ന നമ്മളെ പടത്തിന് അവർ മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യം 96 പനി പിടിച്ച് ജാനു സ്കൂളിൽ വരുന്നു, തിരിഞ്ഞു നോക്കുന്ന സീൻ. എനിക്ക് തോന്നുന്നു വിത്തൗട്ട് മേക്കപ്പ് എനിക്ക് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ വേറെ കണ്ടിട്ടില്ല ആ സമയത്ത്. പനിയുടെ കാര്യം കൂടി പറയുമ്പോൾ എത്രമാത്രം ക്യാരക്ടറിലേക്ക് ഉള്ളിലേക്ക് പോയി പഠിച്ചത്. നമ്മള് ഭാരതീയർ ഈ സിനിമ ഉണ്ടാക്കിയിട്ട് ഭാരതം പാടില്ല, ഇതൊരു ചൈനീസ് സർക്കാർ ഉൽപ്പന്നം എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. പിന്നെ ഗൗരിയുടെ ഒരു 5 സീനെങ്കിലും പനി പിടിച്ചതുണ്ട്. അതിലേത് സീനാണ് നല്ലതെന്നും കൂടെ നമ്മളായിട്ട് റിപ്പോർട്ട് അറിയിക്കണം. പാവം ആഷിഖ് ഒരു സിനി ഫയലില് മറ്റേ ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ് അതൊരു ജ്യൂസ് ആകുന്നു. This is Ashik. You're watching Skylark Pictures Entertainments. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ ഇൻട്രോ തുടങ്ങണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ സം റീസൺസ് നമുക്കതിന് സാധിക്കുന്നില്ല. സെൻസർ ബോർഡിൻ്റെ ചില ഇടപെടലുകൾ കാരണം നമ്മുടെ സിനിമയുടെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് മാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നായിട്ടുണ്ട്. സോ അതിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുബീഷ് ചേട്ടൻ, ഗൗരി ആൻഡ് ഷെൽമ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. അപ്പോൾ ചേട്ടാ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു നമ്മുടെ സിനിമയുടെ പേര്. എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്ന പേരാണ്. നമ്മൾ ആ പേരിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അതിലുണ്ടാവും. സോ അതെങ്ങനെയായിരുന്നു, അതിൻ്റെ എന്താണ് സംഭവിച്ചത് ശരിക്കും? അതന്നെ നമ്മളിപ്പോൾ ഓർത്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് പിടികിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇത്രയും ആഷിഖ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളം മൊത്തം ഒരു 3000-ഓളം പോസ്റ്റർ അടിച്ചു, പിന്നെ ഫ്ലക്സുകൾ വെച്ചു, അതിൻ്റെ 8 ബോർഡുകൾ വെച്ചു, ഒരുപാട് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് ചെയ്തു, ഓൺലൈൻ പ്രൊമോഷൻ നടത്തി, എല്ലാം ചെയ്ത് സ്വാഭാവികമായിട്ടൊരു സിനിമ നമ്മൾ സിനിമ പൂർത്തിയായി. അതിൻ്റെ സെൻസറിന് കുറച്ച് ദിവസം മുന്നെയാണ്, റിലീസിന് 2 ആഴ്ച മുന്നെയാണ് ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ട്രെയിലർ സെൻസറിന് കൊടുത്തു. സെൻസർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ അന്നേരം ഇവർ നമ്മളെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അവരെ ആർഗ്യുമെൻറ്റ് ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, അതിനോടൊന്നും ആശാ വർക്കർമാർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ പല സിനിമകളിലും പട്ടാളത്തിന് ഉപയോഗിക്കുന്നുണ്ട്, CBI ഉപയോഗിക്കും, പിന്നെ ആശാനെ ഉപയോഗിച്ച് എന്താ പ്രശ്നം വെച്ചു, അതിന് ഓക്കെ. പിന്നെ നിങ്ങൾ സർക്കാർ പദ്ധതിനെ മോശമായി കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സിനിമ കണ്ടു കഴിഞ്ഞാൽ സാർ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. അപ്പോൾ ഓക്കെ സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ട്രെയിലറിന് സെൻസർ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ കണ്ടല്ലോ, കുറേ തിയേറ്ററിൽ നമ്മൾ എല്ലാ തിയേറ്ററിലും എല്ലാ സിനിമകളിലൂടെ ഇപ്പം ഓടിക്കുന്ന എല്ലാ സിനിമകളും കൂടെ നമ്മൾ ട്രെയിലറുണ്ട്. അങ്ങനെ നമ്മൾ സിനിമ സെൻസറിന് അപ്ലൈ ചെയ്യുന്നു, സെൻസർ ഡേറ്റ് കിട്ടുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ 4:30 അവർ സിനിമ സ്റ്റാർട്ട് ചെയ്തു. കൃത്യം 6:30 നമ്മൾ പടം കഴിയുന്നു. നമ്മൾ ഇവിടെ പുറത്ത് നമ്മൾ സിനിമ കാണാം, അവരുടെ കൂടെ സിനിമ കാണാൻ പറ്റും, നമ്മൾ പുറത്ത് നിൽക്കണം, അതിൻ്റെ പ്രോസസ്സ് അറിയാമല്ലോ. അപ്പോൾ ഇവർ ഡിസ്കഷൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു ചെറിയ ഈ സിനിമയ്ക്ക് ഇത്രയുള്ള സമയം ഡിസ്കഷൻ. ഒരു അരമണിക്കൂറിന് ശേഷം അവരെന്നെ നമ്മളെ ഉള്ളിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഞാനിതേപോലെ ആഷിഖ് എൻ്റെ ഭാഗത്ത് സെൻസർ ഓഫീസർ, ഞാനിവിടെ ഇരിക്കുന്നു, പിന്നെ നമ്മളെ കൂടെയുള്ള ഡയറക്ടർ, ബാക്കിയുള്ളവരും അവിടെ പിറകെ ഇരിക്കുന്നു. അപ്പോൾ ഞാനാണ് എൻ്റെ പേരിലെ പ്രൊപ്പോസർഷിപ്പ്, ബാക്കി പ്രൊഡ്യൂസർമാർ വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ അവരിരുത്തിയത്. അങ്ങനെ എന്നോട് സംസാരിക്കുന്നു, സുബീഷ് നിങ്ങളെ ഈ സിനിമയ്ക്ക് ടൈറ്റിലില്ല, സർട്ടിഫിക്കറ്റാണ്, ഒരു കട്ട് പോലും ഇല്ല അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, ഞാനിങ്ങനെ തരിച്ചതുപോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാറേ ടൈറ്റിലിൻ്റെ പ്രശ്നം? അതിന് പ്രശ്നമൊന്നുമില്ല, ടൈറ്റിലില്ല. അപ്പോൾ ഞാൻ ആകെ ഇതായി, ഞാൻ ഇങ്ങനെയല്ലേ ഇരുന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ആകെ ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ സെൻസർ ബോർഡിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്ന ബോധമൊക്കെ എനിക്ക് പോയി. ഞാൻ എന്തെങ്കിലും ഇതാക്കി. അപ്പോൾ ഞാൻ ഈ സെൻസർ ബോർഡ് അംഗങ്ങളോടൊക്കെ ഇങ്ങനെ വളരെ ഇതായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഭയങ്കര യാചിച്ച പോലെ സംസാരിക്കുന്നു. അപ്പോൾ അവരൊന്ന് ഓഫീസർ പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലാണ്ട് ഇവരെ നോക്കുക. അതങ്ങനെയാണ് രീതി. നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല, ഓഫീസറോടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, നിങ്ങളിത് വിവാദത്തിലേക്ക് പോയിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്തിനാണ് വിവാദം, ഈ ചെറിയ സിനിമ നിങ്ങൾ എന്തിന്, നമ്മുടെ സിനിമ അങ്ങനത്തെ സിനിമയല്ല പറഞ്ഞു. അപ്പോൾ എന്നോട് നിങ്ങൾ RCക്ക് മുന്നിൽ പോയിക്കോ പറഞ്ഞു. അപ്പോൾ RC റിവ്യൂ കമ്മിറ്റി, അതിൻ്റെ മുകളിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പേര് നമുക്ക് എടുക്കാൻ പറ്റില്ല, 40 ദിവസം പ്രോസസ്സാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരെന്നെ പേരിട്ടു ഒരു സർക്കാർ ഉൽപ്പന്നം. നമ്മളെ പടത്തിന് ഇപ്പം നിങ്ങളൊരു കുട്ടിക്ക് വേറെ ആൾ പേരിടുന്ന പോലെ നമ്മളെ പടത്തിന് അവർ മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യം.
ഓക്കെ, എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു. എനിവേ നമുക്ക് സിനിമയിലേക്ക് പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. സോ ഗൗരി, ഈ ഒരു ക്യാരക്ടർ, അപ്പോൾ ക്യാരക്ടറിൻ്റെ പേരെന്താണ്, അതുപോലെ എന്താണ് ഈ ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്ന് തോന്നിയത്? ചില ക്യാരക്ടേഴ്സിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേര് പറയാം, പക്ഷെ ഈ ക്യാരക്ടർ പേരെന്താന്ന് വെച്ചാൽ ആർ ദിവ്യ എന്നേ പറയുള്ളൂ. ആർ ദിവ്യ എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. വടക്കൻ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. അപ്പൊ അവിടെ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയാ ഡ്രീമോ ആംബിഷനോ ഒന്നും അല്ല ഒരു ആശയാവാൻ, പക്ഷെ ഒരു സാഹചര്യം കാരണം ഒരു ആശയം ആവുന്നു. അപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നു ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടി വളരുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിവ്യ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഭയങ്കര സിൻസിയറായിട്ട് ജോലിക്ക് ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ആശ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടവരെല്ലാവരും കുറേ ആശമാരെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് അവരത് കണ്ടിട്ട് ഞങ്ങളുടെ സ്ട്രഗിൾസും ഞങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം അതുപോലെ ഗൗരി അറ്റ്ലീസ്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആക്ടിങ് എബിലിറ്റിയെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അവരെ ഇതുവരെ എങ്ങും നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ വാട്ട് എനി കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ ദേ ഫീൽ അക്നോളജ്ഡ്. അപ്പോൾ അതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പടം ഒരു തുടക്കമാവട്ടെ. അവരും ഈ പറഞ്ഞ പോലെ പട്ടാളം, CBI, പോലീസ് മാത്രമല്ലാതെ സർക്കാരിൽ ഇങ്ങനത്തെ പല വർക്കേഴ്സും ഉണ്ട് ഹു ആർ നോട്ട് recognized enough. They are also part of an album. Yeah, absolutely. ഓക്കെ, സോ ഷെല്ലി ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയുടെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും നമുക്ക് മാറിയിട്ടില്ല. സോ ആ ഒരു കഥാപാത്രത്തിന് ശേഷം ഇപ്പോൾ ഒരു സർക്കാർ ഉൽപ്പന്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ആക്ച്വലി ഞാൻ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഒബ്സ്ക്യൂ 2.0 ഒരു സർക്കാർ ഉൽപ്പന്നം. സോ വി ആർ ഇൻ ദ സെക്കൻഡ് വേർഷൻ. ആക്ച്വലി ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഈ കഥയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇൻഡയറക്റ്റ്ലി, ഓക്കെ, അത് രണ്ടുമാണ് എന്നെ ആക്ച്വലി ഈ കഥയിലോട്ട് കഥ ചെയ്യണം എന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത് അത് കാരണമാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയൊക്കെ അറിവ് പഠിപ്പൊക്കെയുള്ള ഈ ഒരു സ്റ്റേറ്റ് കേരളത്തിൽ ഇപ്പോഴും വാസക്ടോമി എന്ന് പറഞ്ഞ ഒരു ടാബു ടോപ്പിക്കാണ്. അത് മാത്രമല്ല നമുക്ക് മറ്റേ 50% സീറ്റ് സ്ത്രീ പുരുഷൻ തുല്യത്വം എന്നൊക്കെ പറയുമ്പോഴും നൺ ഓഫ് എനിക്കറിയാവുന്ന ഒരു പുരുഷനും ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒരു കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ആദ്യം പറയണേ പ്രസവം നിർത്തുന്ന അവളെടുത്ത് പ്രസവം നിർത്താൻ പറയും, അല്ലെങ്കിൽ അവളെടുത്ത് എല്ലാം അവളാണ്, അവൻ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? ഇപ്പോഴും ഈ ടോപ്പിക്കിനെ കുറിച്ച് ആർക്കും വലിയ ഗ്രാഹ്യമില്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവരുടെ ജീവിതം മൊത്തത്തിൽ പൊളിഞ്ഞു പോയ പോലെയാണ് ഒരു ഇത്ര ശതമാനം ഓഫ് ആളുകൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ഈ ഒരു സിനിമയിൽ അത് ഔട്ട്സ്പോക്കൺ ആണ്. ഈ ഒരു സിനിമയിൽ കൂടെ അതിനെ നമ്മൾ മുന്നോട്ട് നമ്മുടെ സൊസൈറ്റിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ്, അങ്ങനെ ആ മെസ്സേജ് സറ്റാരിക്കലി വളരെ നർമ്മത്തോടു കൂടി പറയുക പറഞ്ഞതാണ് എനിക്ക് ആ കഥയിൽ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നിയത്. ആൻഡ് ദാറ്റ്സ് വൈ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ഇറ്റ്. എനിക്ക് ഐ വാസ് ഓക്കെ ഇൻ ടേക്കിംഗ് 10 മക്കളുടെ അമ്മയുടെ അഭിനയിക്കാൻ ആം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ ദാറ്റ് വാസ് ദി ക്രക്സ്. അപ്പോൾ ദാറ്റ് വാസ് എ മേജർ അട്രാക്ഷൻ. ആ ഒരു നർമ്മത്തിലൂടെ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ് നമ്മൾ പറയുന്നതാണ്. സുബീഷേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി. എൻ്റെ ഈ കഥ കൊണ്ടുപോകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഈ കഥയാണ് നായകൻ. അപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാൻ ഒരു കഥ കൊണ്ടുപോകുന്ന ഒരാൾ വേണമല്ലോ. സ്വാഭാവികമായിട്ട് അത് എൻ്റെ ക്യാരക്ടർ നിർവഹിക്കുന്നേ. പ്രദീപൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സാധാരണ പെയിൻറ്റിങ് തൊഴിലാളിയ ഒരാൾ. അയാളുടെ ജീവിതത്തിലേക്കും അയാളുടെ കുടുംബത്തിലേക്കും അയാളെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിലേക്കും ഒരു സർക്കാർ പദ്ധതി വരികയും ആ സർക്കാർ പദ്ധതി കൊണ്ട് പിന്നീട് ഇവരെല്ലാവരുടെ ജീവിതത്തിലും പ്രദീപൻ്റെ വൈഫ് ശ്യാമയുടെയും മാത്രമല്ല ദിവ്യയുടെ ജീവിതത്തിലും സുഭാഷിൻ്റെ ജീവിതത്തിലും ദാസാറിൻ്റെ ജീവിതത്തിലും ഒക്കെ വരുത്തുന്ന ആ സമൂഹത്തിൽ ആച്ചാന്തുരുത്തി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ
ഒരു സോഷ്യൽ സംഭവം കൊണ്ട് മാറുന്ന ഒരു സംഭവമാണ് ഈ സിനിമയുടെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ലീഡ് അല്ലെങ്കിൽ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രദീപ്. അതാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് വരുന്നത്. ഓക്കെ. സോ ഗൗരി ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ആശാ വർക്കറാണെന്നുള്ളത്. അപ്പോൾ ഗൗരിയുടെ കുറച്ച് കഥാപാത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് തോന്നുന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. സോ ഇവിടെ ഒരു ആശാ വർക്കറായിട്ട് അഭിനയിക്കുമ്പോൾ അറിയോ, അങ്ങനത്തെ ആശമാരെ അറിയോ, അതോ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണത് ചെയ്തത് ശരിക്കും, അവരുടെ മാനറിസംസോ അങ്ങനെ എന്തെങ്കിലും? ഇതിന് മുമ്പ് അറിയില്ലായിരുന്നു, ഞാൻ സിറ്റിയിൽ വളർന്നൊരു ഇതായതുകൊണ്ട്. പക്ഷെ എനിക്ക് കൊറോണ വന്നപ്പോൾ ഒരു ആശ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളായിരുന്നു ഒരു ആശ ചേച്ചിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ അതും മിക്കപ്പോഴും ഫോണിലുള്ള കോൺവെർസേഷൻസും പിന്നെ ഗേറ്റിൽ പച്ചക്കറി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് അതൊക്കെ ക്വാറന്റൈൻ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു ഫേസ്ലെസ് ഏഞ്ചൽ ആയിരുന്നു. അപ്പോൾ തന്നെ ആരാണ് ഈ ആശ എന്ന് ഞാൻ അന്ന് ചോദിച്ചു, അച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു ഓക്കെ. പക്ഷെ അതിൽ നമ്മൾ ഇൻഡെപ്ത് എന്നാലും അന്ന് പോയില്ല. പക്ഷെ ഈ സിനിമ എനിക്ക് വന്നതോടെ ആശാ വർക്കേഴ്സ് ആരാണ്, അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ്, പിന്നെ ഷൂട്ട് ലൊക്കേഷൻസിൽ എത്തിയിട്ട് കുറേ ചേച്ചിമാരുടെ കൂടെ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അവർക്കൊരു ഡയറി ഉണ്ട്, അവർ എല്ലായിടത്തും പോകുമ്പോൾ ആശ എന്ന് പറയുന്ന ഡയറി, അതിലെല്ലാം അവർ നോട്ട് ഡൗൺ ചെയ്യണം. വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ സിൻസിയർ ആയിട്ട് ജോലിയെടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ്. പിന്നെ ആ ID കാർഡും എനിക്ക് അവരുടെ മാനറിസംസ് എത്രത്തോളം പിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബിക്കോസ് ഇതിൽ ഞാനൊരു യങ് ഗേൾ എന്ന് വെച്ചാൽ ഒരു 24 year old ഒരു ആശ ആകുമ്പോൾ ഉള്ളൊരു ഇതാണ്. പക്ഷെ ഞാൻ മീറ്റ് ചെയ്ത പലവരും ഒരു 35-40 അല്ലെങ്കിൽ അതിൽ മേളിലുള്ളൊരു ഏജ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ എനിക്ക് വടക്കൻ കേരളത്തിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ലാങ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിട്ടില്ല, ന്യൂട്രലാണ്. എന്നാൽ പോലും അവിടുത്തെ ഒരു ബ്ലെൻഡായി വരാൻ കുറച്ചൊരു ടൈം എടുത്തു. പിന്നെ ഒരു നാടൻ ഒരു പെൺകുട്ടി സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക അഭിനയം എന്ന് തോന്നാത്ത രീതിയിൽ എങ്ങനെയായിരിക്കും. ബിക്കോസ് എനിക്ക് കുറേ ലോങ് ഷോട്ട്സും നടന്ന് ഒരു വീട്ടിൽ പോകുന്നതും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റിയാക്ഷൻ പോലും ഞാൻ ചെയ്യുന്ന പോലെ അല്ലായിരിക്കും ദിവ്യ ചെയ്യുന്നതും. അപ്പൊ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവരെ കാണിച്ചു അവർക്കൊരു 14 ജില്ലകളിൽ മെയിൻ ആൾക്കാർ കാണിച്ചു. അവരെന്താ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഹാപ്പി. അവര് ആ പടം വിജയിപ്പിക്കാൻ വീടാന്നേരം കയറി ഇറങ്ങാം. അപ്പൊ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലാങ്ങിന്റെ കാര്യം പറഞ്ഞു ഒരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഒരു വൈക്കത്തുകാരി കുട്ടി ചെന്നൈയിൽ പഠിച്ചുകൊള്ളുന്ന ഒരു കുട്ടി, പഠിച്ചത് ചെന്നൈ തന്നെ. ഓക്കെ. സോ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കാനങ്ങാട് അല്ലെ, കാനങ്ങാട് അല്ലെ, ആ ഭാഗത്താണ് ആ ഒരു ന്യൂട്രൽ ആണെന്ന് പറയുമ്പോഴും ഇത്തരം ലാംഗ്വേജിന്റെ ഒരു വേരിയേഷൻസ് ഇല്ലേ, ഐ മീൻ സ്ലാങ്. സോ ഈ ഒരു സ്ലാങ് എങ്ങനെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാം? അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് കുറച്ചൊരു ടഫായിരുന്നു. ഇപ്പോൾ വിനീത് അങ്കമാലി ആണ് സ്വദേശി, ശലി ചേച്ചി ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ നോർമൽ മലയാളത്തിൽ വിട്ട് അത് തൃശ്ശൂർ സ്ലാങ് നമ്മൾ മോശമായിട്ട് ചെയ്യുമ്പോൾ അപ്പം മനസ്സിലാവും തൃശ്ശൂരുകാർക്ക്. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യുമ്പോഴും ഫുൾ ടൈം ടെൻഷൻ ആയിരുന്നു. പക്ഷേ സുബീഷേട്ടൻ ഇന്ന് പറയായിരുന്നു, എന്നാലും നീ ഡബ് ചെയ്യുന്നവരെ പാളും ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഗൗരിയെ കൊണ്ട് ജയിപ്പിക്കണോ, പക്ഷെ ഇവിടെ നന്നായി ചെയ്തു കേട്ടോ. നമ്മൾ കംപ്ലീറ്റ്ലി പിടിക്കാത്തോണ്ട് ഇപ്പൊ എന്നാത്താൻ കേസ് കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പിടിക്കുന്ന അതായിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ. എന്നെക്കാളും നല്ലോണം ഒരു ജസ്റ്റിസ് ആയിട്ട് ചെയ്യുന്ന വേറെ പല ആക്ടേഴ്സ് ഉണ്ടാവും വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ. പക്ഷെ ഞങ്ങൾ ന്യൂട്രലാണ്, അതുകൊണ്ട് ഭയങ്കര ഫോഴ്സ്ഡ് ആവാൻ പാടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഷെലിച്ചിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഞെട്ടിയൊരു സംഭവം എന്താണെന്ന് അറിയും, ഷെലി ചേച്ചിനെ പറ്റി നോക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒരു പാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. എനിക്കൊന്നും ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടാവും മേ ബി, ബട്ട് സ്റ്റിൽ എന്നെ അത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. കാരണം ഞാൻ ഒരു ടീച്ചർ ആവാനൊക്കെ മുമ്പ് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഒരു ടോക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മുമ്പ് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. സോ അതിനുശേഷം ഒരുപാട് ഒരു എന്താ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും പല കോഴ്സുകളാണ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ആക്ടിങ്ങിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? അല്ലെങ്കിൽ ആക്ടിങ് ചെറുപ്പം മുതലേ ഉള്ളൊരു പാഷനായിരുന്നോ, അതോ ഇതിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ഇതിലിപ്പോൾ നിൽക്കുന്ന ഒരു എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? ആക്ടിങ് ഇഷ്ടവും പഠിത്തം ഒളിച്ചോട്ടുമായിരുന്നു.
അത് ശരി. So, അപ്പം സി ഓരോരുത്തർക്ക് ഓരോ രീതി ഓഫ് മെന്റൽ ടെൻഷൻസും മാനസിക വിഭ്രാന്തി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീ, മാനസിക വിഭ്രാന്തിയുള്ള ഞാൻ എങ്ങനെ എൻ്റെ ടെൻഷൻസും എൻ്റെ ഭ്രാന്തും മാറ്റാൻ ഏതാണ് കറക്റ്റ് സ്ഥലം എന്ന് ഞാൻ നോക്കിയെടുത്തത് കോളേജുകളാണ്. സോ ഒന്ന് ഞാൻ കുറച്ച് അഭിനയിക്കും, പിന്നെ ഐ ഗോ ഹൈബർനേഷൻ പീരീഡാണ് എൻ്റെത്. അത് ഒന്നെങ്കിൽ ഐ വർക്ക്, അല്ലെങ്കിൽ ഐ ലവ്, എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. അത് സബ്ജക്ട്സ് ആകുമ്പോഴത്തേക്ക് ഒരു രീതിയിൽ ഐ ഡു ഹാവ് അട്രാക്ഷൻ ടു ഇറ്റ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് എൻ്റെ ലാസ്റ്റ് ഐ ഡിഡ് MCJ, മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, തേവര കോളേജിൽ എൻട്രൻസ് എഴുതി തന്നെയാണ് കിട്ടിയത്. കയറി. പക്ഷെ ഐ വാസ് ദ എൽഡസ്റ്റ് സ്റ്റുഡൻറ്റ്, ഏറ്റവും മൂത്തുപോയ ഒരു സ്റ്റുഡൻറ്റ്, സീനിയർ എന്ന് പറയും. എൻ്റെ സാറന്മാരൊക്കെ എൻ്റെ ഒന്നും പ്രായം കുറഞ്ഞാണ്. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഈസ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ 20, 21, 22 വയസ്സ്. അവരെയും കാട്ടിലും ഒക്കെ I was the youngest person, in cracking jokes, in doing all the stupidities, everything. അപ്പോൾ അവരിങ്ങനെ എന്തുവാടേ നിങ്ങൾ ഇതെന്തുവാ. അപ്പം in one way അത് it kind of rejuvenated me. In another way, I'm able to understand that age group people. It's not that I'm old, okay? Young at heart. It's basically നമ്മളുടെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ട്രാൻസിഷൻ അറിയാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയണതൊന്നും സ്റ്റേബിൾ ഇൻകം അല്ല. ഓക്കെ, ഇൻകം സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയണ ഒന്നും ഇതിലൊന്നുമില്ല. എനിക്കില്ല കേട്ടോ, വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഒന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യും, അടുത്ത സിനിമ വരുമോ ഇല്ലേ, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ജോലി നോക്കട എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. സോ എഡ്യൂക്കേഷൻ ഹാസ് ഹെൽപ്പ് മീ ഔട്ട്. I worked in different industries. I am still working. Still I'm not stable, So it goes on. അത് ഒരു രീതിക്ക് അത് എനിക്ക് ഭയങ്കര നല്ലത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ മാത്രം I'm not stuck. I can see people outside. എന്താണ് പുറത്ത് ലോകത്ത് നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ നടക്കുന്നത്. And I take film as a profession. അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. ഞാൻ പിന്നെ എൻ്റെ ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ സെലിബ്രിറ്റി. എവ്രിബഡി സെലിബ്രേറ്റ്സ് ദെയർ ലൈഫ്. എസ്പെഷ്യലി മാസം 1-ാം തീയതി ജോലി ശമ്പളം കിട്ടുന്നവൻ അന്നത്തെ ദിവസം സെലിബ്രേഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ 10-ാം തീയതി ഒന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ സോ ഐ ലൈക്ക് ടു സീ ലൈഫ് ഇൻ ദാറ്റ് വേ. അപ്പോൾ അതൊക്കെ കാരണം ആയിരിക്കണം എനിക്ക് കുറേ ഡിഗ്രി വന്നതും. ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. And I have worked in many sectors. എൻ്റെ ഫോക്കസ് ഇല്ലായ്മയും ഒരു കാരണം തന്നെയാണ്, that I kept on jumping. പക്ഷേ ഇപ്പം ഇഫ് യു ആസ്ക് മീ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഐ ക്യാൻ. അത് എൻ്റെ ഇപ്പം ഐ ഡു ഈവൻ പ്രൊഡക്ഷൻ വർക്ക്സ്. അപ്പോൾ അതിൽ പല സെക്ടറിലുള്ള ആൾക്കാരെ, പല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ. സോ മോർ ഓർ ലെസ് ഇഫ് when we work, ഈ പഠിച്ച പാഴായി പോവില്ല. നമ്മളൊരിക്കലും വിദ്യാഭ്യാസം പാഴാവുന്നില്ല. അത് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ, സോ എനിക്ക് ഗൗരിയെ പറ്റി പറയാനുള്ളത്, ഗൗരിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ജാനുവിനെ പറ്റി പറയാതെ ഇരിക്കാൻ പറ്റില്ല. സോ എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല ബാക്കി ആരെങ്കിലും അത് നോട്ടീസ് ചെയ്ത് കുറേ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ബട്ട് സ്റ്റിൽ ഗൗരി ഒരുപാട് അറ്റൻഷൻ സീക്ക് ചെയ്ത സിനിമയായിരുന്നു ആ സമയം. എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ട് എനിക്ക് സ്റ്റിൽ എന്താണെന്ന് അറിയോ, ആ മേക്കപ്പ് ഇടാതെ വന്നൊരു ലുക്കില്ലേ, എനിക്കറിയില്ല വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നത്. ബട്ട് സ്റ്റിൽ അതൊരു ഭയങ്കര 96-ലെ കാര്യം പറയുന്നത്. 96-ൽ പനി പിടിച്ച് ജാനു സ്കൂളിൽ വരുന്നു, തിരിഞ്ഞു നോക്കുന്ന സീൻ. എനിക്ക് തോന്നുന്നു വിത്തൗട്ട് മേക്കപ്പ് എനിക്ക് ഇത്രയും സുന്ദരിയായ പെൺകുട്ടി ഞാൻ വേറെ കണ്ടിട്ടില്ല ആ സമയത്ത്. സോ അത് ശരിക്കും ഒരു ഡയറക്ടർ ടച്ച് ആണോ അതോ ഗൗരി തന്നെ ചെയ്യുന്നതായിരുന്നു വിത്തൗട്ട് മേക്കപ്പ്, അല്ലെങ്കിൽ ആ പനി ശരിക്കും ഉണ്ടോ, പനി ഉണ്ടായിരുന്നു ആ സമയത്ത്? എനിക്ക് എൻ്റെ
പേഴ്സണൽ ഗൗരി മേക്കപ്പ് കോൺട്രിബ്യൂഷൻ. തീരെ ഇടാറില്ല. ആ സീനില് എന്റെ കോൺട്രിബ്യൂഷൻ അല്ലായിരുന്നു അത്. എനിക്ക് ആ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴും ഒന്നും അറിയില്ല. പക്ഷെ അപ്പൊ നമ്മൾ പറയുന്നത് ചെയ്യുന്നു, പനി പിടിച്ച് വരുന്നതും അങ്ങനെ ഒരു അതെനിക്ക് തോന്നുന്നു ഡയറക്ടറാണ് പറഞ്ഞത് 2 പ്ലേറ്റ്സ് അല്ലാതെ ഒരു ലൂസ് പോണി കെട്ടണം. പിന്നെ അല്ലെങ്കിൽ തന്നെ മേക്കപ്പ് വളരെ കുറവായിരുന്നു, ആ ഒരു സ്ക്രീനിൽ ആവശ്യമുള്ളത് മാത്രമേ. ഇപ്പോഴും പലരും എനിക്ക്, എൻ്റെ ഫാമിലിയും എനിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന എല്ലാവരും പറയുന്നത് മേക്കപ്പ് ഇല്ലാതെയാണ് ഞങ്ങൾക്ക് കാണാൻ ഗൗരിയെ ഇഷ്ടം എന്നൊക്കെ പറയും. ഞാനും വളരെ കംഫർട്ടബിൾ ആണ് മേക്കപ്പ് ഇല്ലാതെ. അതുകൊണ്ട് ആ ഒരു അന്ന് പനിയില്ലായിരുന്നു, അന്ന് ഞാൻ അത്ര ഒന്നും ചിന്തിച്ചില്ല. ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഞാനല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പനിയുള്ള ലുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അത് ഗൗരി അഭിനയം നന്നായിരുന്നു, ചേട്ടനെ പിടിച്ചു. അല്ല ഒരാളെന്ന് പറയുന്നത് തെറ്റില്ല. പനിയുടെ കാര്യം കൂടി പറയുമ്പോൾ എത്രമാത്രം ക്യാരക്ടറിലേക്ക് ഉള്ളിലേക്ക് പോയി പഠിച്ചു. അത്ര ഇറങ്ങണ്ട, അത്ര ഊഴ്ന്ന് ഇറങ്ങണ്ട. എനിക്ക് ആ കണ്ണിൽ ആ ക്ഷീണം എനിക്ക് അത് എങ്ങനെയോ വന്നതാണ്. പക്ഷെ പലവർക്കും ആ സീൻ ഇഷ്ടമായത് അത്ര മേഡപ്പ് അല്ലാതെ എന്നാൽ പോലും നമ്മുടെ വീട്ടിൽ തന്നെ ഈ കുട്ടിയെ കാണുമ്പോൾ ഒരു ഓക്കെ ലൈക്ക് എനിക്ക് തോന്നുന്നു അതാണ് എല്ലാവർക്കും ക്ലിക്കായത്. ഇറ്റ്സ് എ വെരി, എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ് ആണ് പേഴ്സണലി. എല്ലാവരും പറഞ്ഞും അത് പറയുമ്പോൾ എഴുതിയ ഡയറക്ടർക്കും അല്ല എഴുതിയ റൈറ്റർക്കും ഡയറക്ടർക്കും കൂടെ ഓർമ്മയുണ്ടാവില്ല. അല്ല അത് ഭയങ്കര സംഭവം കേട്ടോ. അത് എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ. ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ രണ്ടാളും ശ്രദ്ധിച്ചിട്ടില്ല? അത് എന്താ ഞാനിപ്പോ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ അത് എനിക്ക് അത്ര നിന്റെ ഞാൻ ശ്രദ്ധിച്ച പോലെ ശ്രദ്ധിച്ചിട്ടില്ല. ആക്ച്വലി ആ സിനിമ ലാസ്റ്റ് വരെ കിടന്ന് ഉറങ്ങിയ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിക്കോസ് രാത്രി ഞാൻ പോയി കാണുന്ന രാത്രിയായിരുന്നു. From the college, I love, because it's a slow movie. I love such movies, and 96 is one of the best movies, and I'm a good friend of your cameraman, Sami sir. And അപ്പം എൻ്റെ സൈഡിൽ I was like, who is snoring? ഞാനിങ്ങനെ നോക്കുമ്പോൾ രണ്ട്, കാരണം AC ഉണ്ടല്ലോ രാത്രി ലേറ്റ് നൈറ്റ് ചിലർ എക്സാക്ട്ലി. I was like അയാൾ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് എനിക്കൊന്ന് കാണല്ലോ. അതങ്ങനെ കുറേ പേരുന്നു. ഓക്കെ, നമുക്ക് ചെറിയൊരു സെഗ്മെന്റ്, ചെറിയ രീതിയിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ, ബട്ട് ഈസിലി ആൻസറബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ 3 ആൾക്കും പറയാം, 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, കസ്റ്റമൈസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ശരി ചേച്ചി, ഹൗ ടു സ്പെൻഡ് എ ഹോളിഡേ ഇൻ യുവർ ലൈഫ്? ഒരു ഹോളിഡേ എങ്ങനെയായിരിക്കും? ഒറ്റ മനുഷ്യരെ വീട്ടിനകത്ത് കേട്ടാണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കും. പൂച്ചയും ചേച്ചി വേറെ ഒന്നും ചെയ്യില്ല? വേറെ അല്ല, എനിക്ക് വീട്ടിൽ ആരും ഇരിക്കണ്ട, പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക്. ഐ ജസ്റ്റ് വോണ്ട് ടു ബി അലോൺ ആൻഡ് നോ ഫോൺ. ദാറ്റ്സ് ദ ബെസ്റ്റ്. എവിടെ വേണോ ഐ വിൽ സ്പെൻഡ് നോ ഫോൺ. ചേട്ടൻ? എനിക്കങ്ങനെ പെട്ടെന്ന് ഒരുപാട് സൗഹൃദങ്ങൾ, പിന്നെ എൻ്റെ ഒരുപാട് നാട്ടുകാർ, പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സൗഹൃദങ്ങളുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് എപ്പോഴും ഇത് ഇങ്ങനൊരു ദിവസമൊന്നും എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാനോ, എല്ലാവരും കൂടെ ഞാൻ ഇപ്പോൾ നമ്മളൊരു ഈ വയനാട് ഇപ്പോൾ ഈ സിനിമ അതിൻ്റെ പോസ്റ്റർ, ഈ കുറച്ച് ചാരിറ്റി പ്രവർത്തനം നടന്ന കനിവ് എന്ന് പറഞ്ഞ സിനിമ, അവർ വലിയൊരു ഓഡിയൻസ് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് സൗഹൃദങ്ങളാണ് ഒരുപാട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ആയിരിക്കും മിക്കവാറും എൻ്റെ ജീവിതത്തിലെ പകുതിയും ഫ്രീ ആയിട്ട് ചിലവഴിക്കും. ഓക്കെ, ഗൗരി? എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട് കുറെ കൂടെ. എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിനല്ലാതെ ചുമ്മാ ടൂറിസ്റ്റ് അല്ലാതെ ഒന്നും ഒരു എന്താ പറയാ സ്കെഡ്യൂളോ ഒന്നും അജണ്ട ഒന്നും വെക്കാതെ ഒരു സ്ഥലത്ത് ട്രാവൽ, സോളോ ട്രിപ്പ് ചെയ്യണമെന്നുണ്ട്. അതായിരിക്കും. ഓക്കെ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന എത്ര മാത്രം പ്രത്യേകം ചോദിക്കുക വെറുതെ അങ്ങനല്ല, സോളോ ട്രിപ്പ് ട്രിപ്പ് ഇട്ട മതി മോനെ. അടുത്തത് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു ശീലം? എൻ്റെ എല്ലാ ശീലങ്ങളും വളരെ നല്ലതാണ്. എൻ്റെ അമ്മയെടുത്ത് വെച്ച എല്ലാ ശീലവും മാത്രം പറയാം എൻ്റെ. എന്നാലും നമ്മുടേതായ നമുക്ക് ഒരു സ്വയം വിലയിരുത്തൽ പറയുകയാണെങ്കിൽ ഇത് വൃത്തിഭ്രാന്ത്. അതിനെന്ത് പറയില്ല, OCD ഒരു ഇത് അത് വേറെയാണല്ലേ. ചിത്ര ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മാറ്റണമെന്ന് ആഗ്രഹമുള്ളൊരു ശീലം.
എല്ലാം മാറ്റേണ്ട കുറച്ച് ഓക്കെ ശരി. ചേട്ടന് എനിക്ക് ചില സ്ഥലങ്ങളിൽ വൃത്തിയായിട്ടെ കുറിച്ച് കൂടുതലാണ്, ആ അത് മാറ്റണം എന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ നല്ലതാണ് മോശമാണ്, അത് ചിലപ്പോൾ എനിക്ക് എന്നാ ചില സമയത്തൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളെ ഇപ്പോൾ ഈ അഗ്രസീവായി ശല്യമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഞാൻ ഷോർട്ട് ഫോൺ വിളിച്ചിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മൾട്ടി ടാസ്ക് പരിപാടിയാണ്. പക്ഷേ അതിലിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ എടുത്തുചാട്ടം കൂടുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷേ ഞാനത് കുറേ കുറച്ചു കൊടുക്കുക. എനിക്ക് ഭയങ്കര മറവി, ഇൻ ദ സെൻസ് ഭയങ്കര അൺഓർഗനൈസ്ഡ് ആണ്. എൻ്റെ പകുതി ജീവിതം ഞാൻ എൻ്റെ സാധനങ്ങളിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കും. അത് എപ്പോഴാണ് ഒന്ന് മാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചിലെ തൊട്ടുള്ളത് അതാണ്. എല്ലാം ഞാൻ കളയും, ഒട്ടും കെയർഫുൾ അല്ല. അത് അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചാൽ അറിയാം. ഓക്കെ. വായിച്ചതും വായിക്കണമെന്ന് വേറെ ഒരാളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ബഷീർ സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും, ബഷീർ സാറിൻ്റെ കൃതികൾ എല്ലാ പുസ്തകവും. എല്ലാം വായിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് എല്ലാം ഒന്നും വായിച്ചിട്ടില്ല. എന്നാലും ആ ഒരു എഴുത്തിൻ്റെ ടോൺ നമുക്ക് ബഷീർ സാറിൻ്റെ ആരായാലും ബഷീർ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കും. ഓക്കെ. ചേട്ടൻ? എനിക്ക് ബെന്യാമിൻ്റെ പുസ്തകങ്ങൾ, EMS പെൺകുട്ടിയും, പിന്നെ മന്നവെയിൽ മരണം. ആ വാക്കുകൾ ഇന്ന് മലയാളത്തിലെ ഒരു അത്യാവശ്യം നമുക്ക് എനിക്കൊന്ന് ഞാൻ സജസ്റ്റ് ചെയ്യല്ല, അങ്ങനെ ആരും ഉപദേശിക്കില്ല. ഈ അഭിനേതാക്കളൊക്കെ മുമ്പ് പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയും. കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് ഇടുവാന്ന് മലയാള സിനിമയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യം. മുമ്പ് ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാഷ ഭയങ്കര രസമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ പുതിയ എഴുതുന്ന ഒരുപാട് ആൾക്കാർ. മറ്റേ KR മീരയുടെ പുസ്തകങ്ങൾ, നമ്മളെ കൽക്കത്തയിലെ ഒരു സാധനമില്ലേ ആരാച്ചാർ എന്നെ ഭയങ്കര സ്വാധീനിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഇപ്പം വന്ന ഒരാൾ പുതിയൊരു പിന്നെ കൊടകര പുരാണം എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് വായിക്കണം, അത് ഭയങ്കര വിറ്റാണ്. ഗൗരികല വായിച്ച് 3 പ്രാവശ്യം വായിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഒരാൾ എഴുതിയിട്ട പുസ്തകം, അത് എത്ര കോപ്പി പോയി എന്നറിയോ? കൊടകര പുരാണം എന്ന പേര്. ഒരു 12 വർഷം മുന്നേ പ്രസിദ്ധീകരിച്ചു, DC പ്രസിദ്ധീകരിച്ച പുസ്തകം. നോർവീജിയൻ വുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇംഗ്ലീഷ് ബുക്കാണ്. ജാപ്പനീസ് ഓത്തറാണ്. ഞാൻ മലയാളം ബുക്സ് വായിക്കാറില്ല. മലയാളം തന്നെ കുറച്ച് പിടിച്ചാണ് വായിക്കാറ്. അപ്പോൾ ഇത് മുറക്കാമിയുടെ ബുക്കാണ്, നോർവീജിയൻ വുഡ് എന്ന് പറഞ്ഞാൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ എനിക്ക് വായിച്ചിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും പിന്നെ ഖാലിദ് ഹുസൈനിയുടെ 1000 സ്പ്ലെൻഡിഡ് സൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു അറബ് കൾച്ചറും അതിൻ്റെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരു ഒരു കാര്യത്തിനെ പറ്റി വായിക്കുമ്പോൾ വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ്. അപ്പോൾ ഒരു സിനിമ ഒരു കഥ കേൾക്കുന്ന പോലെ തന്നെ അത് നമ്മുടെ മുന്നിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ബുക്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു മുറുക്കുമാമിനെയാണ് ചോദിച്ചത്. ഓക്കെ. എത്ര കണ്ടാലും മതി വരാത്തൊരു മലയാളം സിനിമ? യോദ്ധ. അതൊരു റെയർ സജഷനാണ്. ഓക്കെ. യോദ്ധ ഓഫ് കോഴ്സ് നല്ല സിനിമയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരവാണ്. ഓക്കെ. ചേട്ടാ? എനിക്ക് ഒരുപാട് പടങ്ങളുണ്ട്. ഒരെണ്ണം പടം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പടങ്ങൾ എപ്പോൾ കണ്ടാലും എനിക്ക് ബോറടിക്കില്ല ആ സിനിമ. കമലതളം. പിന്നെ സീനിയർ സത്യൻ സാറിൻ്റെ സീരിയസിലെ പടങ്ങൾ, നാടോടിക്കാർ, അതൊക്കെ വായിക്കുമ്പോൾ നമ്മളെ സിനിമയിലേക്ക് സ്വാധീനിച്ച സിനിമകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒറ്റ സിനിമ എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും. മോസ്റ്റ് ഫേവറേറ്റ് ഒന്നും ഇല്ല. എനിക്ക് ഒരുപാട് ഫേവറേറ്റ്. എനിക്ക് മനസ്സിലായി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, പക്ഷേ ജെല്ലി പറയുന്നത് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നൊരു സത്യേട്ടൻ്റെയും സീനിയേട്ടനിലെ നമ്മളെ രാഷ്ട്രീയം പറയുന്ന സിനിമ, സന്ദേശമൊക്കെ നമ്മൾ ഭയങ്കര അങ്ങനെ ഒരുപാട് സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് കിലുക്കമായിരിക്കും. എനി ടൈം എവിടെ TV പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും കണ്ടുപോകുന്ന ഒരു അതിന്റെ കോമഡിയും ടൈമിങ്ങും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഒരു സിനിമയുണ്ടോ? കുറെ. എനിക്ക് മനസ്സിലായി. കൂടെ അഭിനയിക്കണമെന്ന് തോന്നിയ ഒരു ആക്ടർ ആരാണ് മലയാളത്തിലും? Okay. I will be happy with this guy or this girl or this lady. Oh, I actually want to act with many actors. പക്ഷേ ഇപ്പം I don't know. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, എനിക്ക് I want to act with Amitabh Bachchan, want to act with Nasruddin Shah, Kamal Hassan, what do you call Nasir sir? You know, many, the list goes. I don't know. Yeah.
എനിക്ക് ഒന്ന് വെച്ചാൽ ഒരു 5 പേര് 4 പേര് പറഞ്ഞു. പറഞ്ഞു. ഞാൻ മലയാളത്തിൽ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആണോ? ആ, എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. ഭാഗ്യം. സുരേഷ് ഏട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ ഞാൻ എല്ലാ മുൻനിര നായകന്മാരുടെ കൂടെയൊക്കെ ഞാൻ സൈഡ് കളിച്ചിട്ടുണ്ട്. വേറെ ആരും ബാക്കിയില്ല, എല്ലാവരും കൂടെ അഭിനയിച്ചു. പുതിയ തലമുറയിൽ ഷൈൻ നീക്കത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ ഞാൻ അഭിനയിച്ചു. ഓക്കെ. അല്ല എന്നാലും ആഗ്രഹമുള്ള ഒരാൾ. ആഗ്രഹം എനിക്കിപ്പോൾ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിക്കാറുള്ള ആക്ടേഴ്സ്, അത് പുതിയ ആളായാലും സ്റ്റാർ ആയാലും നമുക്ക് പുതിയ നടന്മാർ ഒരുപാട് പഠിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഗൗരി അഭിനയിക്കുന്നതാണ് ഞാൻ പഠിക്കുന്നത്, ഷെല്ലിന്ന് ഞാൻ പഠിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. നമ്മളിതൊരു എന്നെ സംബന്ധിച്ചൊരു ടാലൻ്റ് ആയിട്ട് ആൾക്കാർ അവർ വേറെ ലെവലാണ്. പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ നമ്മളെ കൂടെ സിനിമ ചെയ്യുന്ന കോ ആർട്ടിസ്റ്റ് പുതിയ വരുന്ന ആൾക്കാരിലൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമ അക്കാദമിക്കായി പഠിച്ച് വന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ആർട്ടിസ്റ്റിനും പഠിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ടാലൻ്റായിട്ട് എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം. ഓക്കെ. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറാണ്. എന്റെയോ? അല്ലല്ല, ഞാൻ ഐ അഗ്രി വിത്ത് ഹിം. പക്ഷെ എന്നാലും മെയിൽ ആക്ടർ എനിക്ക് ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് വർക്ക്. ഇപ്പം ഫീമെയിൽ ആക്ടേഴ്സിൽ കൊങ്കണ സെൻ ശർമ്മയുടെ വർക്ക് പണ്ട് തൊട്ടേ എനിക്കിഷ്ടം. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ തൊട്ട് ഇപ്പോൾ കില്ലർ സൂപ്പും ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത്. പുള്ളിക്കാരിയുടെ അഭിനയത്തിൽ എന്തോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചാൽ. യെസ്. ഓക്കെ. അപ്പോൾ ഒരു നല്ല സിനിമയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എന്തായിരിക്കും ആൻസർ? നല്ല സിനിമ എന്നുള്ളത് ചേച്ചിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? നല്ല സിനിമ, അടിപൊളി. നല്ല സിനിമ, നല്ല സിനിമ നല്ല സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് അത് നല്ല എൻ്റർടൈനിങ് ഉള്ള സിനിമയായിരിക്കാം, ചിലർക്കത് നല്ല മെസ്സേജ് കൊടുക്കുന്നതായിരിക്കാം, ചിലർക്കത് ഒരുപാട് വിഷമിപ്പിക്കുന്നതായിരിക്കാം, ചിലർക്ക് ഒരുപാട് ചിരിപ്പിക്കുന്നതായിരിക്കാം. സോ ഇതെല്ലാം ചേർന്നത് ഒരു നല്ല സിനിമ. ഓക്കെ. നല്ല സിനിമ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാലത്തും നിൽക്കുന്ന, എല്ലാ തലമുറകളിലും കാണുന്ന. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നെ സിനിമയിലേക്ക് ആദ്യം വരാനുള്ള സ്വാധീനിച്ചൊരു ഘടകം സിനിമയോടുള്ള അമിതമായ ആവേശം. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, നമ്മൾ ചെയ്ത സിനിമകളൊക്കെ ഇവിടെ നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല സിനിമ. കാലാതീതമായ സിനിമ. അതെ, കാലാതീതമായ സിനിമ. കറക്റ്റ്. ഒരു നല്ല സിനിമ കാണുമ്പം അതിലെ ക്യാരക്ടേഴ്സ് ഗോ ത്രൂ ചെയ്യുന്നതും. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. ആ ഒരു ഇമോഷൻ എവിടെയോ കണക്റ്റ് ആയി. അപ്പോൾ അതിന് സർവൈവൽ ത്രില്ലർ ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇഫ് യു ട്രാവൽ വിത്ത് ദ ക്യാരക്ടേഴ്സ് അതൊരു നല്ല സിനിമയാണ്. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സിന് മുമ്പ് കഹാനി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോഴാണ് ഇത്രയും ഒരു ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഹെവി ഫീലിംഗ്. ആ ഒരു സിനിമ കണ്ടെങ്കിലും ഇറ്റ് സ്റ്റേസ് വിത്ത് യു ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. അങ്ങനത്തെ എന്ന് വെച്ചാൽ സീരിയസ് പടങ്ങൾ മാത്രമല്ല, പക്ഷെ ചില സിനിമകൾ നമ്മൾ മറക്കില്ല, ടൈംലെസ് ആണ്. അപ്പം അങ്ങനത്തെയാണ്. ഓക്കെ. സോ ഒരു സർക്കാർ ഉൽപ്പന്നം, ബാക്ക് ടു സിനിമ. നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി പറയും. വേറെ ആരൊക്കെയാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്? അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? പറയും. അജു ഉണ്ട്, അജു ചേട്ടൻ, ബാബു ക്യാരക്ടർ. ജാഫർക്ക് ഉണ്ട്, ഗോകുലുണ്ട്, പിന്നെ നമ്മളെ ജോയി ഏട്ടനുണ്ട്, ജോയി മാത്യു. വിജയ് ബാബുണ്ട്, വിജയേട്ടനുണ്ട്, ഹരീഷ് കണാരനുണ്ട്, ലാജു സാർ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നു, പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ദർശന നായരുണ്ട്, ലാജു സാറിൻ്റെ. പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, നിലവിൽ മലയാള സിനിമ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. വിനീത് ഉണ്ട്, വിനീത് വിനീതുണ്ട്, പൂവൻ്റെ ഡയറക്ടർ വിനീതുണ്ട്. പിന്നെ ക്യാമറ അൻസർ ഷാ, നമ്മളെ ജോൻ ജോ ഇതൊക്കെ ചെയ്ത്, ഇഷ്ക് ഒക്കെ ചെയ്ത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്കിത് മേനോൻ, ജയ്. പിന്നെ എഡിറ്റർ ജിതിൻ, കോസ്റ്റ്യൂം സമീറ സനീഷ്, മേക്കപ്പ് റോണക് സേവ്യർ. എല്ലാവരും ഇത് പറയണത് കാരണം 1.5 വർഷം ഇതിൻ്റെ പിറകിലായിരുന്നു. എനിക്കെല്ലാ ഈ സിനിമയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. ഓക്കെ. ഇപ്പോൾ ഈ അയച്ചേരനൊക്കെ പറഞ്ഞില്ല, അവർക്കൊക്കെ നല്ലൊരു മുഴുവൻ കഥാപാത്രങ്ങളാണോ അതോ ജസ്റ്റ് വന്നു പോകുന്ന അല്ല, ലാജു ഒക്കെ സിനിമയിലെ പ്രാധാന്യമുള്ള കഥാപാത്രം. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ലൊക്കേഷൻ കാഞ്ഞങ്ങാട് തന്നെയായിരുന്നു ഇതിൻ്റെ? നമ്മളെ ഒരു 80% കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, 20% എറണാകുളം. കൂടുതലും അവിടെയായിരുന്നു. അവിടെയായിരുന്നു. ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഷെല്ലിമാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു 4 കുട്ടികളുടെ അമ്മ, ഇപ്പോൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ 10 കുട്ടികളുടെ അമ്മയായിട്ടാണെങ്കിലും എനിക്ക് ഓക്കെയാണ്, ആ കൺസെപ്റ്റ് ഹുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താണ് ശരിക്കും? ഇത് എത്രത്തോളം നമ്മുടെ കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നാണോ അതോ എന്താണ് ഫസ്റ്റ് കേൾക്കുമ്പോൾ?
ഒരു കഥ പറയുമ്പോൾ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പം എൻ്റെ ക്യാരക്ടർ ഒരു ദിവസമായാലും ഉടനീളമായാലും അതിൻ്റെ ചിലപ്പം ഒരു സീനിൽ വന്ന് പോകുന്നതായിരിക്കും, പക്ഷെ അതിന് ആ ഒരു ഡെപ്ത് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് ഐ എം ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ് ഐ ഡു ഇറ്റ്. സോ ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു വിഷ്വലൈസ് ഇറ്റ് ഐ വോണ്ട് ഡു ഇറ്റ്. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ കഥകൾ? ആ ഉണ്ടല്ലേ? ഓക്കെ. സോ ഇതുപോലെ നമുക്ക് നേരിട്ട് ആദ്യത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഭാരതം എന്നുള്ളൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാറുന്നു. അപ്പോൾ നിലവിൽ ഇത്തരം സെൻസർ ബോർഡുകൾ, ഇത്തരം സമീപനങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ മലയാള സിനിമയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണോ, അതോ എങ്ങനെയാണ് നിങ്ങളതിനെ വിലയിരുത്തുന്നത്? നിങ്ങൾ രണ്ടാളും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മലയാള സിനിമയെ ടാർഗറ്റ് ചെയ്യുമോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ബോളിവുഡിലായാലും എല്ലായിടത്തും അവർക്ക് അവരുടെ ടോളറൻസ് കുറച്ച് ക്രിയേറ്റീവ്ലി ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരം ടേംസും അങ്ങനെയാണെന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ പടത്തിൻ്റെ ഒരു ടൈറ്റിൽ അവർ മാറ്റി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം പടം നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പോലും ഞാൻ പറയില്ല. നമുക്ക് ഒരു പ്രതിസന്ധി ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും എക്സ്പെക്ട് ചെയ്യാത്ത, ഞങ്ങൾക്ക് ആർക്കും അത്ര എന്താ പറയുക സന്തോഷം തരാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷെ സിനിമ വരുമ്പോൾ ഇതാരും അറിയില്ല. ഇതെല്ലാം മറന്ന് ആ സിനിമയിൽ എൻഗേജ് ആവുന്ന തന്നെയാണ്. ഇപ്പോൾ പടത്തിൽ പല പ്രശ്നങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ ആ സമയത്ത് നമുക്കൊരു മേ ബി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തോ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടോ എന്തുണ്ടെങ്കിൽ പോലും നമ്മൾ സിനിമയിൽ എന്താണ് ട്രാൻസ്ലേറ്റ് ആവുന്നത് അതാണ് ഓഡിയൻസിന് അറിയേണ്ടത്. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം കാണുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പിന്നിൽ നടന്ന ചില ഇത് റിലീസിൻ്റെ ദിവസം കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റെലവൻറ്റ് എനിമോർ. സോ ദ മൂവി ഈസ് ഗുഡ്. നല്ലൊരു സിനിമയാണ്. അത് തന്നെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അത്രയും. ഓക്കെ. ശരി ചേച്ചി, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാരതം എന്നുള്ളൊരു പേര് നീക്കണം എന്ന് കേട്ടപ്പോൾ ആദ്യം ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ എന്താ പറയുക, ഒരു കാരണം പറയാതെ, ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മളോടൊരു കാരണം പറയാതെ നമ്മളുടെ ഒരു സൃഷ്ടിയെ അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള അവകാശം നമുക്ക് ഉണ്ടായിരിക്കെ അത് നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഭാവിയിൽ വരാനിരിക്കുന്ന സിനിമകളെയും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഒന്ന് എനിക്ക് ഈ സെൻസർ ബോർഡിൻ്റെ പ്രോട്ടോകോൾസ് അവരെങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്, വാട്ട് ഈസ് എ ബെഞ്ച് മാർക്ക്, ഇത് ബേസിക്കലി ഇൻഡിവിജ്വലി ഐ ഡോണ്ട് നോ. സോ ആകെയുള്ളതെന്ന് വെച്ചാൽ ഇപ്പം സുബീഷ് പറഞ്ഞ പോലെ ഇതെന്തുകൊണ്ടാണ് ഭാരതം ആ പേരെന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ക്ലാരിറ്റി, അത് ദേ ആർ സപ്പോസ് ടു ഗീവ് ഇറ്റ് ടു സുബീഷ് ഓർ ദ പ്രൊഡ്യൂസർ ഹൂമെവർ ഇറ്റ് ഈസ്. അതിന് കാരണം വേണം. ഒരു കാരണമില്ലാണ്ട് ഇപ്പം പറ്റൂല എന്ന് പറഞ്ഞൊഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇത് വൈ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. ഇത് നേരത്തെയും പറയായിരുന്നു, ഇതവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും ഇത് പിന്നെ അപ്പോൾ വൈ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. അപ്പം ഇതിന് രണ്ടിനും അവർ എക്സ്പ്ലനേഷൻ തരേണ്ടതാണ്. അപ്പം വൈ ഈസ് ഇറ്റ് നോട്ട് ബീൻ ഗിവൻ? അത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് വിച്ച് അവർ നമുക്ക് തരാത്ത. അപ്പോൾ ഒരു ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇഫ് വി ഡോണ്ട് ഹാവ് ദ റൈറ്റ്സ് ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ സോ കോൾഡ് ഭാരതം? ദെൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു സർക്കാർ ഉൽപ്പന്നം. നമുക്ക് വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പടം ഏത് നാട്ടിൽ വേണമെങ്കിലും ഓടിക്കാം, അവൻ്റെ ആ നാട്ടിലെ സർക്കാർ ഉൽപ്പന്നമായിട്ട് തന്നെ ഓടിക്കാം. സോ ദാറ്റ് ഈസ് ദ വാസ്റ്റ് ഗ്ലോബൽ അക്രഡിഷൻ ഫോർ ദിസ് ഫിലിം ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു തീമാണിത്. ഏത് ലോകത്തെ ഏതറ്റത്ത് വേണമെങ്കിലും ഇത് കാണിക്കാം. അപ്പോൾ ഐ ഡോണ്ട് നോ വൈ നമ്മൾ ഭാരതീയർ ഈ സിനിമ ഉണ്ടാക്കിയിട്ട് ഭാരതം പാടില്ല, ഇതൊരു ചൈനീസ് സർക്കാർ ഉൽപ്പന്നം എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അല്ല, അതവർ പറഞ്ഞിട്ടോ, ഏത് സർക്കാർ വേണം കിട്ടുമോ ഭാരതം ചേട്ടൻ വെറുതെ ചോദിച്ചിരുന്നില്ലേ എന്താണ് കാരണം? അല്ല, ഇത് കാരണം നമ്മൾ ചോദിച്ചുകൊണ്ടൊക്കെയാണ്. അതിൻ്റെ ഡിസ്കഷൻ വിടൂ സുബീഷ്. അതിലേക്ക് വേറെ ഇതിവിടെ തീർന്നു, ഡിസ്കഷൻ ഇല്ല. നിങ്ങൾക്ക് ആർസിക്ക് മുന്നിൽ പോവാം. പറഞ്ഞു ആർസിക്ക് മുന്നിൽ, ഇവിടെ ഇത് ഡിസ്കഷൻ ഇല്ല. അതൊരു ഡോണ്ട് ഫെയർ. എനിവേ, സോ ഇപ്പോൾ ഫൈനലായിട്ട് ഈ എന്താണ് സർക്കാർ ഉൽപ്പന്നം? ആ ഉൽപ്പന്നം എന്താണ് റിവീൽ ചെയ്യാൻ പറ്റുന്നതൊന്നും അറിയത്തില്ലേ? അല്ല, അത് റിവീൽ ചെയ്ത പടത്തിന്റെ അല്ല, ഞങ്ങൾക്ക് എന്താണ് ട്രെയിലറിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ അല്ലേ? ഗൗരിയുടെ പനി പിടിച്ചാക്കി അത് കിട്ടും.
മറ്റേ ജ്യൂസ് 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 കുമ്പട്ടിക്ക ജ്യൂസ് അതൊരു ജ്യൂസ് ആകുന്നു. ജ്യൂസാണ്. അത് പറയില്ല. അത് മാർച്ച് 8 അറിയും. അതെ. ഓ പോയിന്റ്. എന്നാൽ അറ്റ്ലീസ്റ്റ് ഇത്തിരി ഒലിപ്പിച്ചതല്ലേ, ഗൗരിയെ കാണാനെങ്കിലും വരൂ. ഗൗരി എന്നോട് പറഞ്ഞിരിക്കുകയാണ് 15 ആൾക്ക് ടിക്കറ്റ് 20 ആൾക്ക് ടിക്കറ്റ് ഉണ്ട്. അപ്പൊ 21ാമത്തെ ആളായിട്ട് നീ വരും ഗൗരിയുടെ. മാത്രല്ല ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൗരിയുടെ ഒരു 5 സീനെങ്കിലും പനി പിടിച്ചതുണ്ട്. അതിൽ ഏത് സീനാണ് നല്ലതെന്നും കൂടെ നമ്മളടുത്ത് റിപ്പോർട്ട് അറിയിക്കണം. പാവം ആഷിഖ് ഒരു സിനി ഫയലില് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതെ അതെ, തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഫൈനലി നമുക്ക് അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു സർക്കാർ ഉൽപ്പന്നം തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആളുകൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? തീർച്ചയായും ഇത് അവരെ നിരാശപ്പെടുത്തില്ല. എല്ലാവരും പറയുന്ന പോലെ എന്തായാലും അവർ, എനിക്ക് തോന്നുന്നത് ആ സിനിമ അവരെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും, കുറച്ചൊക്കെ ചിന്തിപ്പിക്കും. പിന്നെ അവർ സെക്കൻഡ് ബാച്ചിലേക്ക് ചിലപ്പോൾ അവർ എല്ലാവരും പോകുന്നല്ല, കുറച്ചാളെങ്കിൽ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഗൗരിക്ക് പറയാനുള്ളത്? സിനിമ ആളുകളോട് എന്താ പറയാനുള്ളത്? ഇത് തന്നെയാണ്, നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി കാണണം. There's nothing more to say. 8ാം തീയതി എന്തായാലും കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ്. സെയിം തിങ്, ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. ഓക്കെ. അന്ന് രാത്രി പലരുടെ വീട്ടിലും എന്താ പറയാ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച ഉണ്ടാവും. ചർച്ച ഒരു ചർച്ച അന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞപ്പോ ആളുടെ മുഖം എന്നിട്ട് ചെറിയൊരു ചർച്ച ഉണ്ടാവും. സോ അങ്ങനെ ചർച്ച, അതുപോലെ ഒരുപാട് ആരോഗ്യപരമായ ചർച്ച രാത്രി മാത്രമല്ല എല്ലാ ദിവസവും ആരോഗ്യപരമല്ലാത്ത ചർച്ചകളും ഉണ്ടാവാം. അല്ല, ആരോഗ്യപരം ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അതെ. ഓക്കെ. സോ ഒരു സർക്കാർ ഉൽപ്പന്നം മാർച്ച് 8ാം തീയതി നിങ്ങളിലേക്ക് എത്തുകയാണ്, നമ്മളിലേക്ക് എത്തുകയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ പടം അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ, ചർച്ചയാവട്ടെ, നല്ല ഗംഭീര സിനിമയാവട്ടെ, ഒരുപാട് സിനിമകൾ, കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.